ആരെങ്കിലും ഒന്ന് സഹായിക്കണം. ഭയങ്കര ദയനീയ അവസ്ഥയാണ്. എന്നെങ്കിലും ഈ കുഞ്ഞിരാമൻ ഇതിനൊക്കെ പകരം ചോദിച്ചിരിക്കും. ഒരു ഒരു കാറിൻ്റെ രൂപം ഉണ്ടാക്കിയിട്ട് കുറച്ച് പട്ടികയും പലകയൊക്കെ സംഘടിപ്പിച്ചിട്ട് ഒരു കാറിൻ്റെ രൂപം ഉണ്ടാക്കി, നല്ല രീതിയിൽ ആനയൊക്കെ അടിച്ച് പട്ടി കൊണ്ടൊക്കെ തയ്യാറാക്കി ഒരു കാറിൻ്റെ രൂപം മതി. കാറൊന്നും വേണ്ട, അതിന് ചക്രം വെക്കണ്ട, അതിന് കണ്ണാടി വേണ്ട, അതിന് മിറർ വേണ്ട, സീറ്റ്സ് വേണ്ട, ഒന്നും വേണ്ട. ഒരു കാറിൻ്റെ രൂപം ചെറിയൊരു പെട്ടിക്കൂടിൻ്റെ വലത്തിയതെങ്കിലും മതി. അത് ബിഗ് ബോസിൻ്റെ ഉള്ളിലുള്ള വായത്തോപ്പുണ്ടല്ലോ, അതിൻ്റെ ഉള്ളിലൊന്ന് കൊണ്ടുപോയി വെക്കുക പ്ലീസ്. ആരെങ്കിലും ഒന്ന് ഉണർത്തുക സീക്രട്ട് ഏജൻറ്റിനെ പ്ലീസ്. ഭയങ്കര ഒരു അവസ്ഥയാണ്, ദയനീയ അവസ്ഥയാണ്. സത്യത്തിൽ ഞാൻ സീക്രട്ട് ഏജൻറ്റ് വലിയൊരു ആരാധകനായിരുന്നു, ഫാനായിരുന്നു. ഇത് ഭയങ്കര നിരാശപ്പെടുത്തി കളഞ്ഞു. ഒരു തരത്തിൽ സഹിക്കാൻ പറ്റുന്നില്ല. ഇയാൾ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് എന്ത് നിർത്താൻ നിൽക്കുന്നത്? എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഇതന്നെ പരിപാടി, വേറെ ഒന്നും എടുക്കുന്നില്ല, അല്ലെങ്കിൽ വേറെ ഒന്നും നടക്കൂല, അയാളെ കൊണ്ട് അതിനൊന്നും ആവൂല. ഇത് പറഞ്ഞ രണ്ട് ഓപ്ഷൻ ആ കാര്യത്തിലുള്ളൂ. ഒന്നെങ്കിൽ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു കാറിൻ്റെ രൂപം സംഘടിപ്പിച്ച് കുറച്ച് പട്ടികയും പലകൊക്കെ ഒട്ടിച്ച് ഒപ്പിച്ച് ആ വായത്തോപ്പിലോ അല്ലെങ്കിൽ ബിഗ് ബോസ് ഹൗസിൻ്റെ ഏതെങ്കിലും മുക്കിലോ മൂലയിലോ എവിടെയെങ്കിലും ഒന്ന് കൊണ്ടുപോയി വെക്കുക. എന്നിട്ട് അയാൾക്ക് അതൊന്നും ഇങ്ങനെ കാണിച്ചു കൊടുക്കാതെ അവിടെ അങ്ങനെ ഒരു സാധനം ഉണ്ട്, കാറിൻ്റെ രൂപമാണ്, കാറല്ല. അപ്പം തന്നെ ഉണർന്നുള്ളും. ആരെങ്കിലും ഒന്ന് ഉണർത്താൻ ഇങ്ങനെയൊക്കെയാണ് സഹായിക്കേണ്ടത്. ഇനി പറയാനുള്ളത് സ്നേഹ ചേച്ചി എൻ്റെ അടുത്താണ്. സ്നേഹ ചേച്ചി ഈ മാസാമാസമോ അല്ലെങ്കിൽ ആഴ്ചയിലോ ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിലേക്ക് ഈ ഒരു സാധനം കൊടുത്തയക്കുമല്ലോ, ഏത് നമുക്ക് ഈ ഡ്രസ്സ് കൊടുത്തയക്കുന്ന സമയത്ത് ഈ ഏജൻറ്റിൻ്റെ തലച്ചോറ് എവിടെയെങ്കിലും ഈ കാറിലോ കാറിൻ്റെ പരിസരത്തോ അല്ലെങ്കിൽ വീട്ടിൽ കുറച്ച് പട്ടികളൊക്കെ ഉണ്ടല്ലോ, പട്ടിക്കൂട്ടിലോ എവിടെയെങ്കിലൊക്കെ ഉണ്ടോ നോക്കുക. എന്നിട്ട് അവിടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഈ സാധനം ഉണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് അടുത്ത പ്രാവശ്യം ഡ്രസ്സ് കൊടുത്തയക്കുന്ന സമയത്ത് ഇതിൻ്റെ കൂടുതൽ അങ്ങോട്ട് കൊടുത്ത് വിട്ട് ഉണരട്ടെ. വേണ്ട ചിത്തുവായി, ഇവരെയൊന്നും വെറുതെ ഇത് നിങ്ങൾ ആരും റൈസ് ആയിട്ട് കാണണ്ട. അരിയാസനം ബീജിയം ഒന്നും ഞാൻ ഇടുന്നില്ല. മോസ്റ്റ് അഡ്വാൻസ്ഡ് സൊസൈറ്റി എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്, അല്ലെ? ദ മോസ്റ്റ് അഡ്വാൻസ്ഡ് സൊസൈറ്റി. ഇത് ഈ കാറിൻ്റെ ഉള്ളിലിരുന്ന് തിരക്കഥയും സ്ക്രിപ്റ്റും സംഭാഷണവും കഥയൊക്കെ തയ്യാറാക്കിയിരുന്ന് വായിച്ച ഒലത്തിന മാതിരിയുള്ള ഏർപ്പാടല്ല അത്. ഈ അഖിൽ മാരാറിന് അതിന്റെ പേരിൽ ഒരുപാട് അരി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ ഞാൻ അഭിമാനം. കാറിന്റെ അകത്താണ്, സീക്രട്ട് ഏജന്റ് ഒന്നും അല്ല കേട്ടോ. പറയണ്ട, വണ്ടിക്കകത്തിരുന്ന് എന്തെങ്കിലും വളവുകളാണെന്ന് പറയുന്ന കണക്കല്ല ഫീൽഡിൽ ഇറങ്ങി കളിക്കുന്നത് കേട്ടോ. റോബിൻ രാധാകൃഷ്ണനെയും സാബുമോനൊക്കെ എടുത്തുടുത്ത് അലക്കി തേച്ച് മടക്കി കാറിൻ്റെ ഉള്ളിൽ തന്നെ ഏതൊക്കെ മുക്കിലും മൂലയിൽ ഇപ്പോഴും അതൊക്കെ ഉണ്ടാവില്ലേ? എന്നിട്ട് അതൊക്കെ എന്ത് ജസ്റ്റ് കോമഡി. ഇനി മൂപ്പരെ പറച്ചിൽ കേട്ട എന്തൊക്കെ ആയിരുന്നു മലപ്പുറം കത്തി ഒലക്ക മാങ്ങ തേങ്ങ. ഇതിപ്പോൾ കരയണോ ചിരിക്കണോ എന്നുള്ളൊരവസ്ഥയിലായിപ്പോയി സത്യമായിട്ടും. എന്താപ്പം ഇതിനൊക്കെ പറയാ? കാണിച്ചു കൂട്ടുന്നതൊക്കെ കോമഡി. അതിൻ്റെ ഉള്ളിൽ പോയിട്ട് പല മാസും കാണിക്കാൻ നോക്കി. മാസിസം അത് സീക്രട്ട് ഏജൻറ്റിൻ്റെ വരവിൽ നമ്മൾ മൂപ്പര് എന്താ പറയുക, ഏതെങ്കിലും ഒരു വിഷയത്തിൻ്റെ ഉള്ളിലൊക്കെ എടുത്തിട്ട് പല വിഷയത്തിൻ്റെ ഉള്ളിലും പല രീതിയിൽ സംസാരിക്കുന്ന ഒരാളാണ്. അതിപ്പം ഈ ഓരോരോ മേഖല എടുത്ത് നോക്കുകയാണെങ്കിൽ ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങൾ, രാഷ്ട്രീയപരമായിട്ടുള്ള. പക്ഷേ ഇത് ഇപ്പം നമുക്ക് ഈ ചിറിയാണോ കരച്ചിലാണോ, ഇത് സീക്രട്ട് ഏജൻറ്റിൻ്റെ കുറേ ഫാൻസൊക്കെ ഉണ്ടായിരുന്നു. ആ ഫാൻസിനൊക്കെ നിരാശപ്പെടുത്തുന്ന ഒരു തരത്തിലുള്ള ഒരു ഏർപ്പാടായി പോയില്ലേ. എല്ലാം പോണ കഥയൊക്കെ പറഞ്ഞ് തിരക്കഥയും സംഭാഷണങ്ങളൊക്കെ എഴുതി ആ കാറിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നാൽ പോരെ ഇരുന്നോ? ഇത് എണീച്ചിട്ട് വെറുതെ അതിൻ്റെ ഉള്ളിൽ പോയി. സത്യത്തിൽ ആ താടി പോയുടെ കൂടെയാണ് ഇനി സീക്രട്ട് ഏജൻറ്റ് മറ്റെന്താ പറയുക സായി. ഓക്കെ, സായി ആണ് കേട്ടോ അതിൻ്റെ ഉള്ളിലോട്ട് പോയത്, സീക്രട്ട് ഏജൻ്റ് ഒന്നല്ല. സീക്രട്ട് ഏജൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇങ്ങനെ കഥ നീട്ടി പറയൊന്നുമില്ലേന്, മനസ്സിലായില്ലേ? സായും സീക്രട്ട് ഏജൻറ്റും വേറെയാണ്. അതായത് സീക്രട്ട് ഏജൻറ്റ് ഈ കാറിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ കരയണ പോലെ തന്നെയാണ് അതിൻ്റെ ഉള്ളിൽ പോയിട്ട് നീട്ടി വരച്ചൊരത്തി ഈ മറ്റേ ചന്തിയിട്ട് നിരങ്ങിയിട്ടൊക്കെ പറയുന്നത്. ഇത് ഒരു കാര്യം എങ്ങനെ സംസാരിക്കണമെന്ന് പോലും ചങ്ങായിക്ക് ഒരു ഐഡിയ ഇല്ല. ഒരു സിറ്റുവേഷൻ എങ്ങനെയൊക്കെ ഹാൻഡിൽ ചെയ്യണമെന്ന് പോലും അറിയില്ല. ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ പോയിട്ട് എന്ത് ഉണ്ടാക്കാനാണ്? പറ്റുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ആഴ്ച നല്ല ക്വിറ്റായിട്ട് ഇങ്ങോട്ട് പോരാൻ നോക്കുക. അതല്ലാതെ ഇനി വെറുതെ അതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് മെഴുകിയിട്ടൊന്നും ഒരു കാര്യമില്ല. പിന്നെ എനിക്ക് അത് ഞാൻ പറഞ്ഞല്ലോ, സ്നേഹ ചേച്ചിൻ്റെ കാര്യം എടുക്കുമ്പോൾ സത്യമായിട്ടും ഭയങ്കര ഒരു
ആത്മാർത്ഥമായിട്ട് പറയട്ടോ, സങ്കടം തോന്നുന്നു. കാരണം ഈ സ്നേഹചേച്ചി എന്നാണെങ്കിലും ഇപ്പോൾ ഞാനാണെങ്കിലും ആരാണെന്നെങ്കിലും ബിഗ് ബോസിൻ്റെ ചില കണ്ടൻറ്റിൻ്റെ അടുത്തൊക്കെ അയാൾ ചെയ്യുന്ന വീഡിയോസിൻ്റെ അടുത്തൊക്കെ എനിക്ക് യോജിപ്പുണ്ട്. പക്ഷേ മൂപ്പര് പല കാര്യങ്ങളും പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞല്ലോ അത് വേറൊരു വിഷയമാണ്. ഓക്കെ, ആ കാര്യത്തിനെ കുറിച്ച് സംസാരിക്കാനുണ്ട്, അത് വേറൊരു വിഷയമാണ്. പക്ഷേ അയാൾ സംസാരിച്ചും കൊണ്ടുവന്ന വിഷയത്തിൽ നിന്ന് പല രീതിയിലും അയാൾക്ക് തന്നെ ഇട്ടിട്ടാണ് ഇപ്പോൾ പണി വരുന്നത്. ഇപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, അത് ഏതൊരു മനുഷ്യനാണെങ്കിലും പറയുന്ന ഈ നാവാടുന്ന ഞാനാണെങ്കിലും ശരി, ഒരു സിറ്റുവേഷൻ നമുക്ക് വരുമ്പോൾ അതുപോലൊരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനെ കുറിച്ച് നമ്മൾ ആരെങ്കിലും കുറിച്ച് പറയുകയാണെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമുക്കും ഒന്നുകൂടായില്ല. ഉറപ്പായിട്ടും ചിലപ്പോൾ മരണത്തിൻ്റെ അടുക്കത്തൊരു പ്രാവശ്യം വരും. അതാണ് ഇത്. ഈ കാറിൻ്റെ ഉള്ളിലിരുന്ന് കരയുന്ന പോലെ മെഴുകുന്ന പോലെ നാവാടി കളിക്കുന്ന പോലെ അല്ല ഈ ഹൗസിൻ്റെ ഉള്ളിലൊക്കെ പോയിട്ട്. അത് മനിയാന്ന് ആ റോബിൻ വന്നിട്ട് വീഡിയോ ഇട്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും വിചാരിക്കുന്നത്. അത് ഏതായാലും ഇവൻ കാണുന്നില്ല, സീക്രട്ട് ഏജന്റ് അതൊന്നും കാണുന്നില്ല. ഏതായാലും ഈ ബിഗ് ബോസിൻ്റെ ഉള്ളിൽ അനേകം തരം വായകളുണ്ട്, പലതരം വായകളുണ്ട് അതിൻ്റെ ഉള്ളിൽ. അത് ഏതൊക്കെ വായകളാണെന്ന് ഞാനിപ്പോൾ എടുത്ത് പറയുന്നില്ല. സീക്രട്ട് ഏജൻറ്റിൻ്റെ കണ്ടൻറ്റാണുള്ളത്. സീക്രട്ട് ഏജൻറ്റിൻ്റെ അരി കുറച്ച് നമുക്കും കിട്ടുമോ നോക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ പരിപാടി. അപ്പം എങ്ങനെയാണെന്നുണ്ടെങ്കിലും പലതരം വായകളിൽ വേറൊരു തരം വെറൈറ്റി വായയാണ് ഇത്. ആ വായത്തോപ്പിൽ ഈ ഒരു വായക്ക് നല്ലൊരു കാറിൻ്റെ രൂപം പട്ടിക ഉണ്ടെങ്കിൽ അടിച്ചിട്ട്, അതല്ലെങ്കിൽ ഒരു ചെറിയ മാരുതി 800 വോൾട്ടോ, പഴയ മാരുതി കാറുണ്ടല്ലോ 800, അതൊക്കെ ഒപ്പിച്ചിട്ട് ഈ മൂലക്കിൽ ഡമ്മി ആയാലും മതി, മൂലക്കിൽ ഒപ്പിച്ചാൽ പിന്നെ മൂപ്പര് തകർക്കും. ഇപ്പോൾ പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇന്ന് ജയിലിലാണല്ലോ, ജയിലിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പൊളിക്കാൻ പോകുമെന്നാണ് പറഞ്ഞത്. ഏതെന്നാണെന്നുണ്ടെങ്കിലും ഇനി ഇങ്ങനെ മനുഷ്യന്മാരെ അസഹനീയപ്പെട്ട് തന്നിക്കരുത്. പറ്റൂല എന്നുണ്ടെങ്കിൽ ഇത് എന്നെ കൊണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ മെല്ലെ കിറ്റ് ചെയ്യുക. എന്തെങ്കിലും വയറുവേദന എന്നോ എനിക്ക് പനിയാന്നോ ജലദോഷം എന്നൊക്കെ പറഞ്ഞിട്ട് പോരുക, അതേ ഉള്ളൂ. അതല്ലാതെ ഇങ്ങനെ വെറുതെ അവിടെ കിടന്ന് നാവാടിക്കട നടക്കുക എന്ന് പറഞ്ഞാൽ നടക്കൂല, ആവില്ല, അതേ പറയാനുള്ളൂ. ഓക്കെ.